ഇറാൻ അമേരിക്കയുമായി ബന്ധപ്പെട്ട സമാധാന ചർച്ചയോടനുബന്ധിച്ച് രണ്ടാം ഘട്ടം ഒമാനിൽ നിന്ന് ഒഴിവാക്കി ഇറ്റലിയിലെ റോമിൽ വെച്ച് നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. രണ്ടാം ഘട്ടം അടുത്ത ശനിയാഴ്ചയാണ് നടക്കാൻ പോകുന്നത്. അത് ഒമാനിലെ തലസ്ഥാനമായിരിക്കുന്ന മസ്കത്തിൽ വെച്ച് പ്രത്യേകമായിരിക്കുന്ന കൊട്ടാരത്തോടനുബന്ധിച്ചുള്ള സ്ഥലത്താണ് എന്നുള്ളതിനെക്കുറിച്ചൊരു സ്ഥിരീകരണമൊക്കെ ഇതിനു മുമ്പുണ്ടായിരുന്നു. ഇറാന്റെ വിദേശകാര്യമന്ത്രിയും ഒമാന്റെ വിദേശകാര്യമന്ത്രിയും സഹകരിച്ചുകൊണ്ട് ആദ്യഘട്ടത്തിൽ ഒരു ഉടമ്പടി പോലെയുള്ള കാര്യം ചർച്ച ചെയ്യുകയും രണ്ടാം ഘട്ടത്തിൽ US സ്റ്റേറ്റ് സെക്രട്ടറിയുമായിട്ട് ഇറാന്റെ വിദേശകാര്യമന്ത്രി സംസാരിക്കുകയും ചെയ്തിരുന്നു. 2.5 മണിക്കൂറോളം നീണ്ടുനിന്ന ചർച്ചയായിരുന്നു യഥാർത്ഥത്തിൽ ഒമാനിലെ മസ്കത്തിൽ വെച്ച് നടന്നത്. അത് ഏറെ പ്രതീക്ഷയുള്ള ചർച്ചയാണ് നടന്നത് എന്ന് ഒമാൻ സ്ഥിരീകരിച്ചു. എന്നാൽ തങ്ങളുടെ നിലപാടുകൾ കൃത്യമായി പറയുക മാത്രമാണ് ചെയ്തത്. വിട്ടുവീഴ്ച സംബന്ധമായിരിക്കുന്ന കാര്യത്തിൽ തങ്ങൾക്ക് യാതൊരു മാറ്റവുമില്ല. തങ്ങളുടെ നിലപാടുകളും രാജ്യത്തിൻ്റെ നിലപാടും എന്താണോ അത് പറയാനുള്ളൊരു വേദിയായിട്ടാണ് തങ്ങൾ ഉപയോഗിച്ചത് എന്നാണ് ഇറാനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇറാനിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇറാന്റെ വിദേശകാര്യമന്ത്രി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ US സ്റ്റേറ്റ് സെക്രട്ടറി പ്രതികരിച്ചിട്ടില്ല. ഒമാന്റെ വിദേശകാര്യമന്ത്രി പ്രതികരിച്ചിട്ടില്ല. ഓഫീസിൽ നിന്നാണ് ഇത്തരം കാര്യങ്ങളൊക്കെ വരുന്നത്. രണ്ടാം ഘട്ടത്തോടു കൂടി ഏറെക്കുറെ സമാധാനപരമായിരിക്കുന്ന ഒരു വിഷയത്തിലേക്ക് ഇത് എത്തും എന്ന് ഒമാന്റെ വിദേശകാര്യമന്ത്രി പറഞ്ഞിരുന്നു. അപ്പോൾ ഇപ്പോൾ പറയുന്ന കാര്യം റോമിൽ വെച്ചാണ് രണ്ടാം ഘട്ട ചർച്ച എന്നുള്ളതാണ്. റോമിലേക്ക് ഒമാന്റെ പ്രതിനിധിയും എത്തും എന്നുള്ളതും ഒമാന്റെ പ്രതിനിധിയുമായിട്ടാണ് രണ്ടാം ഘട്ടത്തിൽ തന്നെ ആദ്യ ചർച്ചകൾ ആരംഭിക്കുക. അതിനുശേഷമാണ് അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയോ ബന്ധപ്പെട്ട അധികാരികളുമായിട്ടുള്ള ചർച്ച ഉണ്ടാവുക എന്ന തരത്തിലാണ്. ആദ്യഘട്ടത്തിൽ തന്നെ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ അമേരിക്ക പരാജയപ്പെട്ടു എന്ന് ലോക മീഡിയകൾ തന്നെ വിലയിരുത്തി. അത് പറയുന്ന കാര്യം ചർച്ചയ്ക്ക് മുമ്പ് തന്നെ ഇറാൻ ആക്രമിക്കുമെന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. അതുണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ഈ ചർച്ച പരാജയപ്പെടുകയാണെങ്കിൽ അതിശക്തമായിരിക്കുന്ന ആക്രമണം ഇറാന്റെ ആണവ കേന്ദ്രത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് അമേരിക്ക നടത്തും എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ അതിനോടും അമേരിക്കയ്ക്ക് ഇപ്പോൾ താല്പര്യമില്ല. കാര്യം രാജ്യത്തിൻ്റെ അകത്ത് ജനങ്ങൾ തന്നെ ട്രംപിനെതിരെ തിരിഞ്ഞിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ്. എല്ലാവരെയും വെല്ലുവിളിച്ച് ആക്രമണം നടത്തുന്നതോടനുബന്ധിച്ചുണ്ടാകുന്ന വിഷയം എന്ന് പറയുന്നത് മേഖലയിൽ, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് മേഖലയിൽ അമേരിക്ക ഒറ്റപ്പെട്ടു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് അത്തരം അക്രമമൊന്നും ഉണ്ടാവാനുള്ള സാധ്യതകൾ ഇല്ല എന്നാണ് വിലയിരുത്തുന്നത്. ഇപ്പോഴത്തെ സാഹചര്യം പറയുന്നത് ഇറ്റലിയിൽ വെച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ റോമിൽ വെച്ചുകൊണ്ടുള്ള രണ്ടാം ഘട്ട ചർച്ച, ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് ഏതൊക്കെ തരത്തിലാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുക എന്നതിനെക്കുറിച്ചുള്ള രൂപം ഉണ്ടാക്കാൻ വേണ്ടി ഒമാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സംഭവങ്ങൾ യഥാർത്ഥത്തിൽ പബ്ലിക്കിൽ ഇറങ്ങാത്ത വിധം ഈ രാജ്യങ്ങൾക്കിടയിലൊക്കെ നടക്കുന്നുണ്ട്. അതിലൊന്നാമത്താണ് ഇറാൻ വലിയ രീതിയിലുള്ള ആയുധ ശേഖരം നടത്തി അത് ഇറാഖിൻ്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് ക്രോഡീകരിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ബങ്കർ പോലെയുള്ള മേഖല സൂക്ഷിച്ചിരിക്കുന്നു എന്നുള്ളത്. അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ വിഷയം എന്ന് പറയുന്നത് ഇറാഖിലെ ഗവൺമെൻറ് ഇതിന് അനുമതി നൽകിയിരിക്കുന്നു എന്ന് കൂട്ടി വായിക്കേണ്ടതാണ്. അത് യഥാർത്ഥത്തിൽ അമേരിക്കയെ ഞെട്ടിപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു വിഷയങ്ങൾ മുന്നേറുന്ന ഒരു സാഹചര്യം അമേരിക്കയുടെ ഭാഗത്ത് ഉണ്ടാവുകയാണെങ്കിൽ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഒമാൻ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശം എന്ന് പറഞ്ഞാൽ നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ ഇറാന്റെ കൈവശത്തിൽ ആണവായുധ ശേഖരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തുടർന്ന് ചെയ്യാതിരിക്കാനുള്ള സംവിധാനങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ഉപദേശം തേടുകയാണ് ഇറാനോട് ചെയ്യുന്നത്. അതാണ് അവർ ഒന്നാം ഘട്ടത്തിൽ പറയപ്പെടുന്ന കാര്യം. കാരണം വലിയ രീതിയിൽ സങ്കീർണമായിരിക്കുന്ന വിഷയം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് തങ്ങളിത് ചെയ്യുന്നത് എന്നുള്ളതാണ്. സമാധാനപരമായിരിക്കുന്ന ആവശ്യത്തിന് വേണ്ടി, ഇലക്ട്രിക് പോലെയുള്ള സമാധാനപരമായിരിക്കുന്ന ആവശ്യത്തിന് വേണ്ടി, ആണവായുധം പോലെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി ഇറാന് അനുമതി നൽകുന്ന രീതിയിൽ ഒരു കരാർ പത്രം ഉണ്ടാക്കുക എന്നതും ഒമാന്റെ ലക്ഷ്യത്തിൽപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ അനാവശ്യമായിരിക്കുന്ന ഇടപെടൽ അമേരിക്ക നടത്തുന്നത് തങ്ങൾ ആക്രമിക്കും, തങ്ങൾ ലക്ഷ്യം കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമിക്കും എന്നിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് രാജ്യത്തിന് അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യമാണ്. അങ്ങനെ വരുന്ന സമയത്താണ് അവരുടേതായിരിക്കുന്ന ശക്തി പ്രയോഗിച്ചുകൊണ്ട് തിരിച്ചടികൾ നൽകുന്നത്. അതിനെന്ത് ചെയ്യണം? അത്തരം വലിയ വാഗ്വാദങ്ങൾ നടത്തുന്നതും അഭിമുഖം നടത്തുന്നതിൽ നിന്നും അമേരിക്ക മാറി നിൽക്കുകയും വേണം. പിന്നെ അതോടൊപ്പം ഒമാൻ മുന്നോട്ട് വെക്കാൻ പോകുന്ന മറ്റൊരു നിർദ്ദേശം, ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മുഴുവൻ യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ സാഹചര്യം പറയുന്ന സമയത്ത് പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതിന് എന്ത് പരിഹാരം ഉണ്ടാക്കാൻ പറ്റും എന്ന ചോദ്യത്തിനപ്പുറം ദ്വിരാഷ്ട്ര ഫോർമുല എന്ന് പറയുന്ന അറബ് രാജ്യങ്ങളുടെ മുൻപേ ഉള്ള നിലപാട്, അത് അമേരിക്കയുടെയും
ഇറാൻ്റെയും പ്രത്യേകിച്ച് അമേരിക്കക്ക് മുൻപാകെ എന്നാണ് പറയുന്നത്, അമേരിക്കക്ക് മുൻപാകെ അവരത് സമർപ്പിക്കും. ഇവിടെ നിലവിലെ സാഹചര്യങ്ങൾ യുദ്ധം പെട്ടെന്ന് അവസാനിക്കാൻ വേണ്ടിയും ഫലസ്തീനിലും ഇസ്രായേലുമുള്ള പൗരന്മാർക്ക് അവിടെ സുരക്ഷിതപരമായ രീതിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ടുമുള്ള ഒരു പരിഹാരം എന്നത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ദുരാഷ്ട്ര പരിഹാരം. ഏത് കാലത്താണെങ്കിലും ഫലസ്തീൻ സ്വാതന്ത്ര്യം നൽകിയേ പറ്റൂ. പിന്നെ ഒരുപാട് വൈകും തോറും ഒരുപാട് ആളുകൾ കൊല്ലപ്പെടുകയും ഒരുപാട് പ്രയാസങ്ങൾ ഈ രണ്ട് രാജ്യങ്ങൾക്കപ്പുറം ലോകരാജ്യത്തിനും അവിടുത്തെ ജനങ്ങൾക്കും ഉണ്ടാവും എന്നല്ലാതെ പ്രത്യേകിച്ച് ഈ വിഷയം കൊണ്ട് യാതൊരു ഗുണവും ഉണ്ടാവില്ല. ഫലസ്തീന് സ്വതന്ത്രമാകുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. അത് ഉണ്ടാവും എന്ന കാര്യത്തിൽ സംശയമില്ല. ദീർഘിപ്പിക്കും തോറും അതിൻ്റെ ആയിരിക്കുന്ന പ്രയാസം ഇസ്രായേൽ അനുഭവിക്കുന്നു. കൂടെ ഫലസ്തീൻ അവിടെ ദാരിദ്ര്യപരമായിരിക്കുന്ന വിഷയങ്ങൾ, ഭക്ഷണവും വെള്ളവും മരുന്നും വസ്ത്രവും അടക്കമുള്ള ഒരു പൗരൻ്റെ മൗലികപരമായിരിക്കുന്ന അവകാശങ്ങൾ നിഷേധിച്ചു കൊണ്ടുള്ള ഇസ്രായേലിൻ്റെ പ്രവർത്തനത്തെ വീണ്ടും ലോകരാജ്യങ്ങൾക്കിടയിൽ അവർ ഒറ്റപ്പെട്ടു പോകാനല്ലാതെ മറ്റൊരു ഗുണം ഉണ്ടാവില്ല. അതുകൊണ്ട് ചെയ്യാനുള്ള കാര്യം ഒമാൻ തന്നെ മുന്നോട്ട് വെച്ചിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഫലസ്തീൻ്റെ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് എന്ത് ചെയ്യാൻ പറ്റും എന്ന് അമേരിക്ക പറയണം എന്നുള്ളതാണ്. അമേരിക്ക എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിൻ്റെ നട്ടലായിട്ട് തന്നെ പ്രവർത്തിക്കുന്നതാണ്. എന്താണോ അമേരിക്ക പറയുന്നത് അതിനപ്പുറം ഇസ്രായേൽ ചെയ്യില്ല. അതിന് തീരുമാനം ഉണ്ടാക്കണം എന്നുള്ളതാണ്. ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ, ആണവായുധവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവർ അന്വേഷണ സംഘത്തെ അയക്കുക എന്നുള്ളതൊക്കെ അടുത്ത ഘട്ടത്തിലേക്ക് മാറ്റാം എന്നുള്ളതും, സമാധാനപരമായിരിക്കുന്ന ആവശ്യത്തിന് ആണവായുധം ഉപയോഗിക്കാൻ വേണ്ടി ഇറാൻ അനുമതി നൽകുക എന്നുള്ളതും, ആണവായുധ നിർമ്മിതവുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ താൽക്കാലത്തേക്ക് അവസാനിപ്പിക്കുക എന്നുള്ള രീതിയിലുള്ള കരാറിനോടൊപ്പം അമേരിക്കയോട് പറയുന്നതാണ് ഫലസ്തീൻ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇസ്രായേൽ ഇത് വളരെ നിർണായകമായിരിക്കുന്ന കക്ഷിയായിട്ട് വരും. ഇസ്രായേലിനോട് അമേരിക്ക ചോദിച്ചിട്ട് അതിന് മറുപടി പറയാം എന്നായിരിക്കും ഒരു പക്ഷേ പറയുന്നത്. ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്ന കാര്യം, രണ്ടാം ഘട്ട ചർച്ച റോമിൽ വെച്ച് നടത്തപ്പെടുന്നുണ്ടെങ്കിൽ പോലും ചില നിർദ്ദേശ കാര്യങ്ങൾ ഇറാൻ പുതിയതായിട്ട് മുന്നോട്ട് വെക്കാനുള്ള സാധ്യതയുണ്ട്. കാര്യം എന്ന് പറയുന്നത്, ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഔദ്യോഗികപരമായിരിക്കുന്ന പിന്തുണ റഷ്യ അറിയിച്ചതോടുകൂടി കുറച്ച് കൂടുതൽ ധൈര്യം ഇറാന് ലഭിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ കൊറിയയുടെ നിലപാടും ഏറെക്കുറെ അങ്ങനെ തന്നെയാണ്. മറ്റ് രാജ്യങ്ങൾ, ഇതുവരെ സഹകരിച്ച് വന്നിരിക്കുന്ന രാജ്യങ്ങൾ യുദ്ധവുമായി ബന്ധപ്പെടുന്ന വിഷയത്തിൽ സാധാരണഗതിയിൽ മാറി നിൽക്കുന്നതിന് പകരം ഇപ്പം നിലപാട് പറഞ്ഞിരിക്കുന്നത് മൂന്നാം ലോക യുദ്ധമാണ് വരുത്തുന്നതെങ്കിൽ തീർച്ചയായിട്ടും തങ്ങൾ അതിന് തയ്യാറാണ് എന്ന് റഷ്യ പറയുകയും, ഇറാൻ ആക്രമിക്കപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ മൂന്നാം ലോക യുദ്ധം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് എന്ന് അമേരിക്കയെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞതും വലിയ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. അതും റോമിൽ വെച്ച് നടത്താൻ പോകുന്ന ചർച്ചയോടനുബന്ധിച്ച് സംസാരിക്കാനുള്ള സാധ്യതകൾ പറയുന്നു. അപ്പോൾ എത്രത്തോളം ഇത് അമേരിക്ക അംഗീകരിക്കും എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായിരിക്കുന്ന വിഷയം. അതിൽ പറയുന്ന കാര്യം, ദ്വിരാഷ്ട്ര ഫോർമുല, ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം, അത് പ്രധാനമായിരിക്കുന്ന ഒരു വിഷയമാണ്. അതിന് അമേരിക്ക ഇതുവരെ അംഗീകാരം നൽകിയിട്ടില്ല. 32 തവണയെങ്കിലും UN സഭയിൽ ഫലസ്തീൻ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട ദ്വിരാഷ്ട്ര ഫോർമുല വ്യത്യസ്തമായിരിക്കുന്ന രാഷ്ട്രങ്ങളുടെ ഭരണാധികാരികൾ അവതരിപ്പിക്കുകയും വോട്ടിങ്ങിനിടുകയും 160ഉം 150ഉം വോട്ടിലോടുകൂടി മഹാഭൂരിപക്ഷത്തിന് അത് വിജയിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ നടപടിയുമായിട്ട് ബന്ധപ്പെടുന്ന വിഷയം സംബന്ധമായിരിക്കുന്ന കാര്യം ഉണ്ടാകുന്ന സമയത്ത് അമേരിക്ക വീറ്റോ പവർ ഉപയോഗിച്ചുകൊണ്ട് അത് തടയുകയാണ് ചെയ്തത്. ഏറ്റവും കൂടുതൽ ഇസ്രായേലിനെ രക്ഷപ്പെടുത്തിയത് അമേരിക്ക തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാര്യം ഇപ്പോൾ നിലവിൽ ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കണം എന്ന് പറഞ്ഞ ഇസ്രായേലിലെ പ്രധാനമന്ത്രി നെതന്യാഹുവിനെതിരെയാണ് ഹേഗിലെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞ ഒരു ഭരണാധികാരി ഇപ്പോൾ വളരെ സുഖമായ രീതിയിൽ ഇപ്പോൾ ഹോളണ്ടിൽ സന്ദർശിച്ചു, അമേരിക്കയിൽ 2 തവണ സന്ദർശിച്ചു, മറ്റേതെങ്കിലും രാജ്യത്തിലേക്ക് സന്ദർശിക്കുകയാണെങ്കിൽ അതിന് വിരോധമില്ല. ഏത് രാജ്യത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലും അവിടെ അറസ്റ്റ് ചെയ്തുകൊണ്ട് അവരുടെ ജയിലിലടക്കുകയും അതിൻ്റെ വിവരകാര്യങ്ങൾ ഹേഗിലെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയെ അറിയിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ഉത്തരവിൽ പറയുന്നത്. അമേരിക്ക തന്നെയാണ് അത് ലംഘിക്കപ്പെട്ടത്. ആ പറയപ്പെട്ട പ്രധാനമന്ത്രിക്ക് 2 പ്രാവശ്യം അമേരിക്കയിൽ സ്വീകരണം നൽകി, ഒരു പ്രാവശ്യം പറയപ്പെട്ട ഹംഗറിയിൽ നൽകി. ഇങ്ങനെ പോകുന്ന ഇതിൻ്റെ കാര്യങ്ങൾ, അതായത് യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും തന്നെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ നയങ്ങളും നിലപാടുകളും പ്രഖ്യാപനങ്ങളും അല്ലെങ്കിൽ വിധി പ്രസ്താവങ്ങളും ലംഘിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് എങ്ങനെയാണ് പിന്നെ ഇവിടെ നീതി നടപ്പിലാക്കുക എന്നുള്ളൊരു വിഷയം നിലനിൽക്കുന്നു. അപ്പോൾ ഏതായിരുന്നാലും രണ്ടാം ഘട്ട ചർച്ച, ഒന്നാം ഘട്ട ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അഭിപ്രായങ്ങൾ ആരും പറഞ്ഞിട്ടില്ലെങ്കിലും യുദ്ധം എന്ന് പറയുന്ന മഹാവിപത്ത് ഉണ്ടാവണമെന്ന് അമേരിക്ക പോലും ആഗ്രഹിക്കുന്നില്ല എന്നതിൻ്റെ ഏറ്റവും തെളിവായിട്ട് രാഷ്ട്രീയ നിരീക്ഷകർ ഇത് വിലയിരുത്തുകയാണ്.
തങ്ങൾ ആക്രമിച്ചാലല്ലാതെ തങ്ങളിൽ നിന്നൊരു യുദ്ധം ഉണ്ടാവില്ലെന്ന് ഇറാൻ പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ യുദ്ധം ആരാണോ തുടങ്ങുന്നത് അതിനുശേഷം തിരിച്ചടി എന്നല്ലാതെ ഇറാനിൽ നിന്നൊരു യുദ്ധാരംഭം ഉണ്ടാവില്ല എന്ന് ഏറെക്കുറെ ഉറപ്പാണ്. ഇനി രണ്ടാം ഘട്ട റോമിൽ വെച്ച് ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എത്രത്തോളം പുരോഗതി ഉണ്ടാവും എന്നുള്ളതും എങ്ങനെയാണ് അവസാനിക്കുക എന്നുള്ളതുമാണ് യഥാർത്ഥത്തിൽ ലോകം ഇപ്പോൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യം.